ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ 2026 ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വെർണയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെർണയുടെ തന്നെ ഷേപ്പും ഡിസൈനും ഒക്കെ കാണുമ്പോൾ സെയിം തന്നെയല്ലേ, എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസും ചെറിയ കുറേ മാറ്റങ്ങളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻ്റ് അല്ല. ഈ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ HX6 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് ഹുണ്ടായുടെ ലൈനപ്പിൽ വരുന്ന വാഹനങ്ങളെല്ലാം പണ്ട് SX അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം HX2, HX4, HX6 ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് പോകുന്നത് ഇതിൻ്റെ വേരിയൻസ് എല്ലാം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന HX6 എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ അല്ല. ടോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ HX10 ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ HX8 ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് HX6. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വാല്യൂ ഫോർ മണിയാണ്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ ഡെപ്ത് നമുക്ക് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ഫുള്ളി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് റീഡിസൈൻഡ് ആയിട്ടുള്ള ബമ്പറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ മേളിൽ കാണുന്ന ഒരു കണക്റ്റഡ് DRL അഥവാ ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിന് താഴോട്ടാണ് നമുക്കിവിടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ, അതായത് ഈ കാണുന്ന ഒരു ഫുൾ ലൈൻ ഓഫ് ബമ്പേഴ്സിൻ്റെ ഗ്രില്ല്, അതായത് ഈ ഒരു ഗ്രില്ലിനാണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ വരുന്ന ഈ ഒരു ഹെഡ് ലാമ്പ് അസംബ്ലിക്കാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് ഇൻഡിക്കേറ്റർ ഇപ്പം മേളിൽ വന്നിട്ടുണ്ട്. നേരത്തെ അത് താഴെയായിരുന്നു. ഈ ഒരു പഴയ മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊജക്ടർ, ഇതിപ്പോൾ രണ്ട് ലൈൻസിൽ വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു മോഡലിൽ അഡാസ് വരുന്നില്ല. അഡാസ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ, അതായത് HX8 എന്ന് പറയുന്ന വേരിയൻ്റ് തൊട്ട് നമുക്ക് അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അഡാസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ക്യാമറ നമുക്കിവിടെ മിസ്സിംഗ് ആണ്. അതായത് 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. അതും ടോപ്പ് ഓഫ് ദ ലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്കത് ആ മോഡൽ ഇപ്പം കയ്യിലില്ലാത്തതുകൊണ്ടാണ് കാണിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നെ. ഏതായാലും താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ഈ ഒരു പോർഷനൊക്കെ വരുന്ന കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഏതായാലും പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് കൊണ്ട് ഒരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു വലിയ ഹുഡ് ഏരിയ ആണ്. ഇതിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റമില്ല. ഹുണ്ടായുടെ ലോഗോ ഒക്കെ ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഈ ഒരു അലോയ് ഡിസൈനാണ്. അതായത് അലോയ് ഡിസൈൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ടയർ സൈസ് കിട്ടുന്ന 205, 55, R 16 ആണ് സൈസ് കിട്ടുന്നത്. എന്നാൽ നേരത്തെ മോഡലിൻ്റെ ഒരു ഡിസൈൻ നമുക്കിപ്പോൾ ഒന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടയർ സൈസ് വരുന്ന 205, 55, R 16 തന്നെയാണ് ടയർ സൈസ് വരുന്നത്. ബ്രേക്ക് ഡിസ്ക് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഡ്രമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ HX8ലും HX10ലും ആണ് നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ ബാക്കിൽ കിട്ടുന്നത്. 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസവും നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. അത് കഴിഞ്ഞ് നമുക്കിവിടെ സൈഡിലൊരു ഓട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കാണാം. 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ മിസ്സിംഗ് ആണ്, പക്ഷേ ടോപ്പ് ഓഫ് ദ ലൈനിൽ അവൈലബിൾ ആണ്. അത് കഴിയുമ്പോഴത്തേക്കും സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കും. സാറ്റേൺ ക്രോമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. വേറെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ല. സൈഡൊക്കെ ആസെറ്റീസ് ഷീറ്റ് മെറ്റലൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ സെയിം തന്നെയാണ്. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിവിടെ വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പോർഷൻസിൽ വന്നിട്ട് ഇതെല്ലാം ആസിറ്റീസ് നമ്മുടെ പഴയ മോഡലിൻ്റെ സെയിം ക്യാരി ഫോർവേഡ് തന്നെയാണ്. നേരെ ബാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടം തൊട്ട് ചേഞ്ചസ് ഒന്നുമില്ല. ഏതായാലും കാണുമ്പോൾ സെയിം ആ ഒരു ഗുമ്മൻ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിങ് ഷേപ്പ് സ്പോയിലേഴ്സും സെയിം തന്നെയാണ്. ഹുണ്ടായുടെ വലിയ ലോഗോ വെർണ എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഒരു ഗ്ലാസ്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴെ വരുന്ന ഈ ബമ്പേഴ്സിനാണ് മാറ്റം വരുന്നത്. അതായത് ഇത് ഫുള്ളി റീഡിസൈൻഡ് ആണ് വരുന്നത്. അതായത് ഈ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ശരിക്കും നല്ല സ്പോട്ടി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് എടുത്ത് പറയാൻ, അല്ലെങ്കിൽ വെർണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഫ്ലൂയിഡിക്ക് വെർണ 1.6 വെർണ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ലുക്ക് എവിടേക്കോ ഇതിന് മിസ്സിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പേഴ്സണലായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഏതായാലും ഈ ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 528 ലിറ്ററാണ് നമുക്കിവിടെ ബൂട്ട് സ്പേസ് കിട്ടുന്നത്.
ബൂട്ട് ലൈറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്, പക്ഷേ ഹാലജൻ ടൈപ്പ് ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് മാത്രം ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ മാറ്റി നോർമൽ ലൈറ്റ് ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീൽ 185 65 615 നമുക്കിവിടെ സൈസ് കിട്ടുന്നത്. ഏതായാലും ടോപ്പ് വേരിയൻറ്റ് നമുക്ക് 8 സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് 8 സ്പീക്കേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്യുന്നു. 1 2 3 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 ഡിഗ്രി ക്യാമറ ഇവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഡീഫോഗേഴ്സും ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളോട് നോക്കാം. വാ. ഡോറ് തുറക്കുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഇത്രയും പോർഷൻസിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത് നോർമലായിട്ട് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ, അതുപോലെ തന്നെ റൈറ്റ് വേണം ലെഫ്റ്റ് മിറർ വേണം, മിറർ ഫോൾഡിങ്, ലോക്ക് ആൻഡ് അൺലോക്ക്, അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും, ബാക്കിയുള്ളതെല്ലാം നോർമൽ സ്വിച്ചസ് ആണ് കിട്ടുന്നത്. പവർ വിൻഡോ ലോക്കിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് കിട്ടുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണെന്ന് തോന്നുമെങ്കിൽ പോലും സോഫ്റ്റ് മെറ്റീരിയലല്ല, ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ താഴെ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വലിയ കപ്പ് ഹോൾഡറും ഇവിടെ ഒരു ചെറിയ കപ്പ് ഹോൾഡറും പിന്നെ ഒരു കുറച്ച് വേക്കൻറ്റ് സ്പേസ് കാണാൻ സാധിക്കും. സ്പീക്കർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ട്യൂട്ടറും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വാഹനത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ പിടിക്കുന്ന ആ ഒരു ലൈറ്റ് തന്നെയാണ്. അതിലൊന്നും ഒരു രീതിക്കുള്ള മാറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും വലിയൊരു മാറ്റം വരുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലാണ്. കാരണം നേരത്തെ സ്റ്റിയറിംഗ് വീല് ശരിക്കും നമുക്കൊരു 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുണ്ട്. അതുപോലെ ഡി ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. മോസ് കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് H എന്നുള്ളൊരു മോസ് കോഡാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കൺട്രോൾസ് എല്ലാം നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അഡാസ് ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല, പക്ഷേ അഡാസ് ഫീച്ചറില്ല. ഞാൻ നേരത്തെ ചെയ്തൊരു മോഡലിന് അഡാസ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അതും കൂടെ ഞാൻ ഈ ഒരു ഭാഗത്തൊന്ന് ടാഗ് ചെയ്തിട്ടേക്ക്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം, അപ്പം മനസ്സിലാകും. നമുക്ക് ഏതായാലും സ്വിച്ചസ് തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹെഡ് ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴെ നോക്കാമെന്നുണ്ടെങ്കിൽ പെട്രോൾ ലിഡിൻ്റെയും അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ലെതർ മെറ്റീരിയൽ പോലത്തെ ഒരു ഫീൽ തോന്നുമെങ്കിൽ പോലും ഇത് ലെതർ മെറ്റീരിയൽ അല്ല, ഒരു ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്കാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ ആണ്. ടോപ്പ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററും 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈഡ് സ്വിച്ച് കാണാൻ സാധിക്കും. ഇതിലെ നമ്മുടെ ആംബിയൻ ലൈറ്റ് പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ഒരു ഹാർഡ് മെറ്റീരിയൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് കംപ്ലീറ്റ്. ഏതായാലും തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും. ഇനി നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആകുകയാണ്. ഇവിടെ ഒന്നും വേറെ കൊടുത്തിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് നമുക്കിവിടെ മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഏതായാലും ടോപ്പ് ഓഫ് ദ ലൈൻ HX8 നമുക്കിവിടെ സീറ്റ് വെൻറ്റിലേഷനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അതിവിടെ മിസ്സിംഗ് ആണ്. തൊട്ട് താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു USB A ടൈപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഒരു C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓട്ടോ ഗിയർ ഷിഫ്റ്റിൻ്റെ ലിവർ കാണാൻ സാധിക്കുന്നുണ്ട്. PRND പാർക്ക് മോഡ്, റിവേഴ്സ് മോഡ്, ന്യൂട്രൽ മോഡ്, ഡ്രൈവ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒരു 360 ഡിഗ്രി ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ ക്യാമറയുടെ സ്വിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആംറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെ ഈ കളറാണ്. ഒരു വൈറ്റിഷ് തീം വരുന്നുണ്ട് തന്നെ ചെളിയാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറയും. സീറ്റിൻ്റെയൊക്കെ കാര്യം ഇത് തന്നെയാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ലാത്ത പക്ഷം പണി കിട്ടാനുള്ള സാധ്യത. അതേ സ്ഥാനത്ത് നമുക്കൊരു ഇതിനിപ്പം 2 എഞ്ചിൻ ഓപ്ഷനാണുള്ളത്. 1.5 ലിറ്റർ ടെർബോ അവൈലബിൾ ആണ്, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് അവൈലബിൾ ആണ്. ടെർബോ സീരീസ് വരുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ
ബ്ലാക്ക് തീം കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമുക്ക് ഈ സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് കിട്ടുന്നുണ്ട്, ഇൻറ്റീരിയേഴ്സും ഫുൾ ബ്ലാക്ക് കിട്ടുന്നുണ്ട്, അതൊരു ഗുണം തന്നെയാണ്. ഇനി തൊട്ട് മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. റൂഫ് ലൈറ്റ് വരുന്നത് ഏറ്റവും നല്ല ഈ റീഡിംഗ് ലൈറ്റ് വരുന്നത് നമുക്ക് LED തന്നെയാണ്, നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫാണ് നമുക്ക് കിട്ടാത്തത്. ഇവിടെ ഒരു നോർമൽ സൺറൂഫേ ഉള്ളൂ, സിംഗിൾ പെൻ സൺറൂഫാണ് കിട്ടുന്നത്. നേരത്തെ ആ സെയിം തന്നെയായിരുന്നു, വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അകത്ത് നമുക്ക് മെയിനായിട്ട് പറയത്തക്ക ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ഓഫ് ദ ലൈനിൽ നമുക്ക് നോർമലി ഡ്രൈവർ സൈഡിലെ സീറ്റ്സ് വരുന്ന ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്, ഒരു 8 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. എന്നാൽ ലെഫ്റ്റ് സൈഡിലെ കോ പാസഞ്ചർ സൈഡിൽ 4 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സീറ്റ് വരുന്നുണ്ട്. അത് ടോപ്പ് വേരിയൻസിൽ മാത്രം വരുന്നുള്ളൂ, തൊട്ട് താഴെയുള്ള വേരിയൻസിലോ ഈ വേരിയൻറ്റിലോ അവൈലബിൾ അല്ല. ഈ വേരിയൻറ്റിൽ ഡ്രൈവർ സൈഡിലെല്ലാം നമുക്ക് മാനുവൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിളും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് എല്ലാം കിട്ടുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റും ടെലിസ്കോപ്പിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. നമുക്കതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓട്ടോ ഫീച്ചർ അവൈലബിൾ ആണ്, പാർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സിൻ്റെ എല്ലാം കൺട്രോൾ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ലൈറ്റ്സ് കൊടുത്തിരിക്കുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പോകുന്നതായിരിക്കും, ഡോർ ക്ലോസ്ഡ് ആണെങ്കിൽ അത് കത്തും. കണ്ടോ, ഡോർ തുറന്നപ്പോൾ അത് കെട്ടുപോയി. പാസഞ്ചർ സൈഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഏതായാലും ഇവിടെ റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഡോർ ഓപ്പൺ ചെയ്ത് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ്. അപ്പോൾ കാലെ തട്ടി, ഞാനിപ്പോൾ കാലെ തട്ടാത്ത രീതിയിൽ ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല, കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. കൂൾ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോ പാസഞ്ചർ സൈഡിലെ എയർ ബാഗിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. കീ ഇട്ട് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിന് ഈ സൈഡിലത്തെ ലൈറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്, ഇവിടെയും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന IRVM ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാം നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്കാണ് ഇത്രയും ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്, കാരണം ഡ്രൈവറിന് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. നമുക്കിനി ബാക്കിലത്തെ സൈഡിലോട്ട് നിന്നിട്ട് ബാക്കിലത്തെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കില്ല. കാരണം ഈ ഒരു സീറ്റ് എനിക്കിവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിലോട്ട് കയറ്റിയല്ല ഇട്ടിരിക്കുന്നത്, ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിക്കാണ്, അതായത് ഒരു ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജും കൂടെ പറഞ്ഞുതരാം. ലോങ്ങർ വീൽ ബേസ് ഉള്ള വാഹനമാണ്, അതുകൊണ്ട് തന്നെ യാത്രാ കംഫർട്ടും കൂടുതലാണ്, ലെഗ് റൂമും നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഏതായാലും ബാക്കിലോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും ബാക്കിലോട്ടൊന്ന് ഇരിക്കുകയാണ്. യെസ്, നല്ല രീതിക്കുള്ള ലെഗ് റൂം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വളരെ വിസിബിളാണ്, അത്രയും നല്ലൊരു ലെഗ് റൂം കിട്ടുന്നു എന്നുള്ളത്. കാരണം നല്ല കംഫർട്ടബിളായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്, അതായത് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അകത്തെ റൂഫ് ലൈറ്റും LED ആണ് വരുന്നത്, നല്ല കാര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കളർ തീം മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാത്ത. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും, നല്ലൊരു റൂമി ഫീല് കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ചെളി പിടിക്കാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മാത്രം എനിക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും, 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് സെൻറ്ററിൽ ഇരിക്കുന്ന പാസഞ്ചറിന് ഒരു ചെറിയൊരു ഡിസ്കംഫോർട്ട് ബാക്ക് സൈഡ് കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ആംബ്രസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇരിക്കുന്ന ആൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ അടുത്ത് കിട്ടുന്ന ഒരു ഫീച്ചറാണ് സൺ ബ്ലൈൻഡ്സ് വരുന്നത്. അതായത് നമുക്ക് ഇതുപോലെ നല്ല വെയിലൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കർട്ടൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, ബാക്കിലത്തെ 2 സൈഡിലും നമുക്ക് ഈ ഒരു ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതേതായാലും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 7 എയർ ബാഗ് വരുന്നൊരു മോഡലാണ്. പക്ഷേ 7 എയർ ബാഗ് എന്ന് പറഞ്ഞാലും ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈനിൽ മാത്രം നമുക്ക് 7 എയർ ബാഗ് കിട്ടുന്നുള്ളൂ. അതായത് നമ്മുടെ നീയുടെ പോർഷനിലും കൂടെ നമുക്ക് എയർ ബാഗ് കിട്ടുന്നുണ്ട്. അല്ലാത്ത പക്ഷം നോർമലി എല്ലാ മോഡൽസിലും 6 എയർ ബാഗാണ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു മാഗസീൻ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിൻ്റെ ബാക്കിൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ തൊട്ട് താഴെ നമുക്ക് AC വെൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെ ഒരു USB-Cയും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു പോക്കറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ചാർജറോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല.
യെസ്, 2 എൻജിൻ ഓപ്ഷൻസിലാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 115 PS പവറും 143.8 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനിലാണെങ്കിൽ 160 PS പവറും 253 Nm ടോർക്കുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇതിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഗിയർ ബോക്സ് ഓപ്ഷനാണ് ഈ ഒരു എഞ്ചിനിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു IVT ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ CVTയുടെ സെയിം തന്നെയാണ്, ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ തന്നെയാണ് IVT കൊണ്ട് അറിയപ്പെടുന്നത്. അതായത് ഇൻ്റലിജൻ്റ് ആയിട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്, അതാണ് മെയിനായിട്ട് അതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 സ്പീഡ് DCT നമുക്ക് കിട്ടുന്നത് ടെർബോ വേരിയൻസിലാണ് കിട്ടുന്നത്. നമുക്കിവിടെ ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതായത് 2 ഇഞ്ചക്ടേഴ്സ് വെച്ച് ഓരോ സിലിണ്ടേഴ്സിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പവർ ലോസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല ഇനിഷ്യലായിട്ടുള്ള പവർ നമുക്ക് ഈ ഒരു വേരിയൻസിൽ കിട്ടുന്നുണ്ട്. അതും ഒരു കിഡിലൻ ഫീച്ചറാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിൻ്റെ എന്തെങ്കിലും രീതിക്കുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് പുതിയൊരു വാഹനം എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പോപ്പുലർ ഹുണ്ടായുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ഓരോ വേരിയൻസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. അതുപോലെ തന്നെ സെഡാൻ വാഹനത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ വെർണ എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ സാധിച്ചില്ല, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷേ എഞ്ചിൻ ഓപ്ഷൻസിലും ഗിയർ ഓപ്ഷൻസിലൊന്നും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല. എന്നാലും ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്.